ഈ സ്കൾ ബേസ് സർജറീസ് വളരെയധികം ചെയ്യുന്ന ഒരു സെൻ്ററാണ് അസെൻറ്റ്. അപ്പം ഈ സ്കൾ ബേസ് കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തലച്ചോറിനടിയിലുള്ള പല സർജറികളും. അപ്പോൾ സ്കൾ ബേസ് സർജറിയിൽ ശരിക്കും ഒരു ENT സർജൻ്റെ റോൾ എന്താണ് സർ? സാധാരണഗതിയിൽ ഈ സ്കൾ ബേസ് സർജറി എന്ന് പറയുന്നത് സ്കള്ളിൻ്റെ ബേസിലുള്ള സർജറി, സ്കള്ളിൻ്റെ അടിഭാഗത്തുള്ള സർജറി. പലപ്പോഴും ENTയുടെ സ്പെഷ്യാലിറ്റീൻ്റെ വളരെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലൂടെ എത്തുന്നത് ബ്രെയിനിലോട്ടാണ്, ചെവിയിലൂടെ എത്തുന്നത് ബ്രെയിനിലോട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഓർഗനായ നോസും ഇയറും അതിൻ്റെ ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ളത് ബ്രെയിനാണ്, തലച്ചോറാണ്. അപ്പോൾ ആ തലച്ചോറിൻ്റെ ആ ഭാഗത്തുണ്ടാവുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ട്യൂമേഴ്സ്, അത് മൂക്കിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ഫോർ ബ്രെയിൻ, തലച്ചോറിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതേപോലെ ചെവിയിലൂടെ പോകുമ്പോൾ ലാറ്ററൽ സ്കൾ ബേസ്, ആ ഭാഗത്തുണ്ടാവുന്ന തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ. ഈ അസുഖങ്ങളൊക്കെ പണ്ടൊക്കെ ചികിത്സിച്ചിരുന്നത് നമ്മുടെ മുടിയൊക്കെ ഷേവ് ചെയ്ത് വലിയ ഇൻസിഷൻ, വലിയ മുറിവുണ്ടാക്കി തലയോട്ടി തുറന്നിട്ടായിരുന്നു. ENT സ്പെഷ്യാലിറ്റിയും ENTയിൽ എൻഡോസ്കോപ്പും വന്ന ശേഷം നമ്മൾ വളരെ ഒരു ഇൻസിഷനും ഒരു കീറലും ഒരു മുറിവും ഒരു പൊട്ടിക്കലും ഇല്ലാണ്ട് തന്നെ എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് മൂക്കിലൂടെ സർജറി ചെയ്ത് ഈ ആൻറ്റീരിയർ സ്കൾ ബേസ് സർജറി എന്ന് പറയുന്ന സർജറിയിൽ നമ്മൾ മൂക്കിൻ്റെ ഉള്ളിലൂടെ മുൻഭാഗത്ത് മൂക്കിൻ്റെ ഉള്ളിലൂടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പല അസുഖങ്ങൾ, പ്രത്യേകിച്ച് CSF റൈനോറിയ. ഇപ്പോൾ CSF റൈനോറിയ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുന്ന തലച്ചോറിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് വാട്ടറി ഫ്ലൂയിഡ് മൂക്കിലൂടെ ഡിപ്പ് ചെയ്യുന്ന ഒരു അസുഖമാണ് CSF റൈനോറിയ. ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്താണെന്നുള്ളത് നമുക്കറിയാം. മെനിഞ്ചൈറ്റിസ് ഒക്കെ, തലച്ചോറിൽ പഴുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മൂക്ക് വഴി ഇൻഫെക്ഷൻ വന്നിട്ട് ചിലപ്പോൾ പേഷ്യൻ്റ് സീരിയസ് ആവും. തലച്ചോറിൻ്റെ പാടൊക്കെ പഴുപ്പ് വന്ന് അത് പേഷ്യൻ്റ് സീരിയസ് ആവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, അതേപോലെ പിറ്റ്യൂട്ടറി ട്യൂമർ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ട്യൂമറുകൾ ഉണ്ടായിട്ട് പേഷ്യൻറ്റിനുണ്ടാവുന്ന ഹെഡേക്ക്, കാഴ്ചക്കുള്ള പ്രശ്നം, ഹോർമോണുകളിൽ ഉണ്ടാവുന്ന വ്യതിയാനം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺ ഗ്ലാൻഡാണ്, പലതരം ഹോർമോണുകൾ നമ്മളതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഹോർമോണുകൾ കൂടുതലുണ്ടാവുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഹോർമോണുകൾ കുറഞ്ഞുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതേപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ട്യൂമറാണ് പിറ്റ്യൂട്ടറി ട്യൂമർ.